എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 71 ഇന്ന് ആരംഭിക്കുന്നു. ഈ അധ്യായത്തില് ഉദ്ധവന്റെ ഭഗവാനോടുള്ള മറുപടിയാണ്. വളരെ വിനയത്തോടുകൂടി ഉദ്ധവൻ ഭഗവാനോട് പറയണു. ഭക്തവാത്സല്യവും ആശ്രിത വാത്സല്യവും ബിന്ദുരുവടിയിൽ ഒരുപോലെ ശോഭിക്കുന്നത് കൊണ്ട് ആശ്രിതന്മാരായ രാജാക്കന്മാരുടെ രക്ഷയും ഭക്തോത്തമനായ ധർമ്മപുത്രരുടെ യാഗവും ഒപ്പം തന്നെ ചെയ്യേണ്ടതാണ്. ഒന്നാമതായി യാഗത്തിന് ഇന്ദ്രപ്രസ്ഥത്തിലെത്തുക. പിന്നെ യാഗത്തിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ദിഗ്വിജയാണ്. ജരാസന്ധൻ ദിഗ്വിജയത്തിന് എതിരായിട്ട് നിൽക്കും. അവിടുന്ന് അനുഗ്രഹിക്കുന്ന പക്ഷം യുദ്ധത്തിൽ ഭീമസേനൻ അദ്ദേഹത്തെ നിഗ്രഹിക്കും. ഉദ്ധവൻ പറയാണ്, ഇങ്ങനെ പാണ്ഡവ കാര്യത്തെ മുൻനിർത്തി നമ്മുടെ കാര്യവും സാധിക്കാം. ഇതാണ് അടിയന്റെ അഭിപ്രായം എന്ന് ഉദ്ധവൻ പറഞ്ഞു. അങ്ങനെ ഉദ്ധവന്റെ അഭിപ്രായത്തെ എല്ലാവരും മുക്തകണ്ഠം പ്രശംസിച്ചു. ഭഗവാനും അനുമോദിച്ചു. ഭഗവാനും സമ്മതായി. ഇങ്ങനെ തന്നെ ഉദ്ധവൻ പറയുന്നു, ഭഗവാൻ അറിയാം. അങ്ങനെ രാജദൂതനെ സമാധാനിപ്പിച്ച് ഭഗവാൻ പറഞ്ഞയച്ചു. ശ്രീനാരദനെയും യാത്രയാക്കി. പിന്നീട് ബലരാമനായിട്ട് കാര്യാലോചന നടത്തി. ദ്വാരകയുടെ രക്ഷയ്ക്കായിട്ട് ബലരാമൻ സൈന്യസമേതം ദ്വാരകയിൽ ഉണ്ടായിരിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഭഗവാൻ രുക്മിണ്യാദി പത്നിമാരോടെല്ലാം എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും പുറപ്പെട്ടോളൂ, നമ്മള് എല്ലാവരും കൂടി യുധിഷ്ഠിരന്റെ യാഗത്തിന് പോവാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക്. എല്ലാവരും പുറപ്പെട്ടോളാൻ പറഞ്ഞു. എല്ലാവർക്കും വളരെ സന്തോഷായി. 16,108 പത്നിമാര്, അവരുടെ ഓരോരുത്തർക്കും 10 വീതം പുത്രന്മാരുണ്ട് പറഞ്ഞല്ലോ. ആ പുത്രന്മാര്, അവരുടെ കുട്ടികള്, ഓരോരുത്തർക്കും ഉള്ള 100 വീതം ദാസിമാരുണ്ട് ഓരോ കുട്ടികൾക്കും. പിന്നെ ദാസന്മാര്, വെപ്പുകാര്, യാഗം കഴിയും വരെ ഉപയോഗിക്കാനുള്ള വസ്ത്രങ്ങള്, ആഭരണങ്ങള് തുടങ്ങി എല്ലാ ഒരുക്കങ്ങളോടും കൂടിയുള്ള പുറപ്പാട്. എന്താ പറയാ, വർണ്ണിക്കാൻ പറ്റില്ല അതൊന്നും. അത്ര ഗംഭീരമായിട്ടാണ് എല്ലാവരും കൂടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെട്ടത്. സമുദ്രം ക്ഷോഭിച്ച് കര കവിഞ്ഞു വരികയാണോ എന്ന് തോന്നും. ഭഗവാൻ പത്നിമാരുടെ മധ്യത്തിലെ നക്ഷത്രങ്ങളോടുകൂടിയ ചന്ദ്രൻ എന്ന പോലെ ശോഭിച്ചു. ആനർത്തം, സൗവീരം തുടങ്ങിയ പ്രദേശങ്ങളിൽ കൂടി അവിടെയുള്ള ഭക്തന്മാരെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് ക്രമേണ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേർന്നു. സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാന്റെ എഴുന്നള്ളത്ത് മുൻകൂട്ടി അറിഞ്ഞ് യുധിഷ്ഠിര രാജാവ് അനുചരരോടും ആചാര്യന്മാരോടും പൗരമുഖ്യന്മാരോടൊക്കെ കൂടി ഭഗവാനെ എതിരേറ്റ് സ്വീകരിച്ചു. പൗരന്മാരോ, അവര് സർവേശ്വരനായ ഭഗവാനെ കണ്ട് ആനന്ദിച്ചു. ഭഗവാനെ കാണണമെന്ന് കുറെ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആ സൗന്ദര്യം, ആ എന്താ പറയാ, ആ തേജസ്സൊക്കെ കണ്ടിങ്ങനെ അവര് വളരെ ആനന്ദിച്ചു. കൗരവ സ്ത്രീകള് ഭഗവത് പത്നിമാരുടെ ഭാഗ്യത്തെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. സർവേശ്വരനും അത് മാത്രല്ല, ഭഗവാനാണ് അവരുടെ അമ്മാവന്റെ മകനാണ് യുധിഷ്ഠിരന്റെ, അല്ലെ? അമ്മാമന്റെ മകനുമായ ശ്രീകൃഷ്ണ ഭഗവാനെ ധർമ്മപുത്രര് മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു. പരിവാരങ്ങളോടുകൂടിയ ഭഗവാനെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിച്ച് സൽക്കരിച്ച് ഇരുത്തി. കുന്തിദേവി ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഓടി വന്നു ആ സമർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെയൊക്കെ സ്വീകരിച്ച് ഭഗവാൻ ഏറ്റവും സന്തോഷിച്ചു. എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് ഭഗവാൻ കുറെ കാലം അവിടെ ഇന്ദ്രപ്രസ്ഥത്തില് അങ്ങനെ താമസിക്കുകയാണ്. അഥ ശ്രീമൽ ഭാഗവത ദശമസ്കന്ധ ഏകസപ്തതിതമോധ്യായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം
അതിസുന്ദരമന്ദഹാസം വാതാലയേശുമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുതേശ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇത്യുദീരിതമാകർണ്യ ദേവർഷേരുദ്ധവോ ബ്രവീൽ സഭ്യാനാം മതമാജ്ഞായ കൃഷ്ണസ്യ ച മഹാമതി. ശ്രീ സുഖബ്രഹ്മർഷി പറയാണ്, രാജസൂയത്തിന് പോകണം എന്നുള്ള നാരദന്റെ വാക്യം കേട്ടപ്പോ ജരാസന്ധ വധത്തിന് പോകണമെന്ന് സഭയിലുള്ളവരെല്ലാരും പറയാൻ തുടങ്ങി. രണ്ടും സാധിക്കണമെന്ന് ഭഗവാനും അഭിപ്രായമുണ്ട് എന്ന് നന്നായിട്ട് അറിഞ്ഞ അതിബുദ്ധിമാനായിട്ടുള്ള ഉദ്ധവൻ പറയാണ്, യദുക്തം ഋഷിണാ ദേവ സാജീവ്യം യക്ഷ്യതസ്ത്വയാ കാര്യം പൈതൃശ്വസേയസ്യ രക്ഷാച ശരണേഷിനാം. അവര് പറഞ്ഞു, ഹേ ദേവ, ദേവർഷി പറഞ്ഞത് നിന്തിരുവടിയുടെ പിതൃ സഹോദരി പുത്രനായ യുധിഷ്ഠിരൻ രാജസൂയത്തിന് കാക്ഷിക്കുന്നു, അതിന് അങ്ങ് സഹായിക്കണമെന്നാണ്. അത് ചെയ്യേണ്ടത് തന്നെയാണ്. ജരാസന്ധൻ ബന്ധിച്ചിരിക്കുന്ന രാജാക്കന്മാര് ഞങ്ങളെ രക്ഷിക്കണം എന്ന് ശരണം പ്രാപിച്ചിരിക്കുന്ന വൃത്താന്താണ് ദൂതൻ പറഞ്ഞത്. ശരണാഗത രക്ഷയും ചെയ്യണം. അപ്പൊ ഇത് രണ്ടും ഒരുപോലെ തന്നെ വേണ്ടതാണ്. യഷ്ടവ്യം രാജസൂയേന ദിക്ചക്രജൈനോ വിഭോ അതോ ജരാസുതജയ ഉഭയാർത്ഥോ മതോ മമ. കാര്യങ്ങളുടെ തത്വം നിശ്ചയിക്കാൻ ഭഗവാനെ അവിടുത്തെ പോലെ സാമർഥ്യം മറ്റാർക്കാ ഉള്ളത്? ആർക്കും ഇല്ല. എങ്കിലും ഈ രണ്ട് കാര്യവും സാധിക്കാൻ ഒരു ഉപായമുണ്ടെന്ന് അടിയന് തോന്നിയത് പറയാം. ഉദ്ധവൻ പറയാം, രാജസൂയം എന്ന യാഗം സകല ദിക്കുകളിലുമുള്ള രാജാക്കന്മാരെ ജയിച്ച് കീഴടക്കിയ രാജാക്കന്മാർക്ക് മാത്രമേ ചെയ്യാൻ അധികാരമുള്ളൂ. ശരണാഗതന്മാരെ രക്ഷിക്കണമെങ്കിലും ജരാസന്ധനെ ജയിക്കണം. അപ്പോ ഈ രണ്ട് കാര്യവും ഒരേ അവസരത്തിൽ സാധിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ ജരാസന്ധനെ ജയിക്കുകയാണെങ്കിൽ രണ്ട് കാര്യവും സാധിക്കും, അല്ലെ എന്നാണ് അടിയന്റെ അഭിപ്രായം. അത് പറഞ്ഞപ്പോ ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി. അസ്മാകം ച മഹാനർത്ഥോ ഹേതേനൈവ ഭവിഷ്യതി യശശ്ച തവ ഗോവിന്ദ രാജ്ഞോ ബദ്ധാൻ വിമുഞ്ചത. ജരാസന്ധനെ വധിക്കണത് കൊണ്ട് നമ്മൾക്ക് വലുതായ കാര്യം സാധിച്ചു എന്ന് വരും നിശ്ചയം. അത് മറ്റൊന്നുമല്ല, ലോകവാസികൾക്കുള്ള ഈ മഹാഭയത്തെ തീർത്തു എന്നുള്ളത് തന്നെ. സ്വർഗത്തിൽ ചെന്ന് കാമധേനുവിനെയും കൽപ്പകവൃക്ഷത്തെയും സ്വാധീനപ്പെടുത്തിയിരിക്കുന്ന നിന്തിരുവടിക്ക് യാതൊരു ഭയമില്ല. എങ്കിലും ലോകത്തിന്റെ മുഴുവൻ ഭയത്തെ തീർക്കുന്നത് ഒരു വലിയ കാര്യമല്ലേ. ജരാസന്ധൻ ബന്ധിച്ചിരിക്കുന്ന രാജാക്കന്മാരെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുന്നത് കൊണ്ട് അങ്ങയുടെ ആ സൽകീർത്തി ലോകത്തെ ആനന്ദിപ്പിക്കും. സവൈ ദുർവിഷകോ രാജ നാഗായുധ സമോബലേ ബലിനാമഭിജാന്യേഷാം ഭീമം സമബലം വിനാ. ജരാസന്ധനെ വേഗം കൊല്ലണം, അതാണ് യാദവന്മാരുടെ ആഗ്രഹം. അത് മനസ്സിലാക്കിയിട്ട് ഉദ്ധവൻ പറയാണ്, ജരാസന്ധന് 10,000 ആനകളുടെ ശക്തിയുണ്ട്. അത്ര ശക്തിയുള്ള രാജാക്കന്മാര് വേറെ ഇല്ല ജരാസന്ധനെ പോലെ. എന്നാൽ അവനോട് തുല്യമായ ബലം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ, ഭീമസേനന് മാത്രം. അതുകൊണ്ട് ഭീമസേനൻ തന്നെ ജരാസന്ധനെ വധിക്കുന്നതല്ലാതെ വേറൊരാൾക്ക് ജരാസന്ധവധം സാധ്യമല്ല. ദ്വൈരഥേ സദുജേതവ്യോ മാ ശതാക്ഷൗഹിണീയുത ബ്രഹ്മണ്യേ അഭ്യർത്ഥിതോ വിപ്രേ ന പ്രത്യാഖ്യാതി കർഹിച്ചിത്. അവനെ
ഈ ജരാസന്ധനെ ദ്വന്ദ്വ യുദ്ധത്തിൽ തന്നെ ജയിക്കണം. എന്തുകൊണ്ടെന്നാൽ അവന് 100 അക്ഷൗഹിണി സൈന്യമുണ്ട്. അതോടുകൂടി യുദ്ധത്തിന് വരുന്ന അവനെയും സൈന്യത്തെയും നശിപ്പിക്കുന്നത് അത് അത്ര ഉചിതമല്ല. അപ്പൊ അതില് അനേകം രാജാക്കന്മാരും വധിക്കപ്പെടും. അതിന്റെ ഇടയിൽ അവരെ എല്ലാം സംഹരിക്കുന്നത് കൊണ്ട് രാജസൂയത്തിന്റെ ശോഭ തന്നെ കുറഞ്ഞു പോകും. എന്നാൽ ദ്വന്ദ്വയുദ്ധത്തിന് സൈന്യത്തെ അയച്ചാലോ ഈ ജരാസന്ധൻ പ്രസിദ്ധി ആഗ്രഹിക്കുന്ന അവൻ ബ്രാഹ്മണ ഭക്തനാണ്. ബ്രാഹ്മണര് ചോദിക്കണത് എന്തും കൊടുക്കും, ഒരിക്കലും നിരാകരിക്കില്ല. അത് പ്രത്യേകതയാണ് ഈ ജരാസന്ധന്റെ. ബ്രഹ്മവേഷധരോ ഗത്വാ തം ഭിക്ഷേദ മൃഗോദര ഹനിഷ്യതി ന സന്ദേഹോ ദ്വൈരഥേ തവ സന്നിധൗ. ഞാനൊരു ഉപായം പറയാം, ഉദ്ധവം പറയാം. ഭീമസേനൻ ബ്രാഹ്മണ വേഷം ധരിച്ച് ജരാസന്ധന്റെ സമീപത്തിൽ ചെന്ന് എന്നോട് ദ്വന്ദ്വയുദ്ധം ചെയ്യണം എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ ഇടവരുമ്പോൾ അവര് തമ്മിൽ സമബലന്മാരല്ലേ, അപ്പൊ രണ്ടുപേരും ഒരേപോലെ ബലവാന്മാരല്ലേ, അപ്പൊ എങ്ങനെയാ ഭീമൻ ജയിക്കുക? അതൊന്നും സംശയിക്കണ്ട, പറയണ ഉദ്ധവൻ. അങ്ങയുടെ സന്നിധി മാഹാത്മ്യം, അങ്ങുണ്ടല്ലോ ഭീമസേന്റെ കൂടെ, അതുകൊണ്ട് ഭീമൻ ജയിക്കും, ഒരു സംശയമില്ല എന്നതാ ഉദ്ധവൻ പറയണു. ബാക്കിയുള്ള ശ്ലോകങ്ങള് താളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.